വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ട് കുറച്ച് ഡേയ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ഡേ എത്തിയായിരുന്നു. ഞങ്ങളത് നമ്മുടെ കൊടൈക്കനാലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ എൻ്റെ കസിൻ സിസ്റ്റർ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന ടൈമിൽ നമ്മുടെ കാർ ഓക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്നൊരു കാറ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ അതൊക്കെ വരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങളിത് എല്ലാം റെഡിയായി പോകാനായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മൾ പെട്ടി പാക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടീസിൻ്റെ എൻ്റെയും ഡ്രസ്സ് എല്ലാം ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ നമ്മുടെ മെഡിക്കൽ കിറ്റും അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീനിന് ആവശ്യമായിട്ടുള്ള കാര്യമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മു വന്നെല്ലാം പാക്ക് ചെയ്തെന്നായിരുന്നു കേട്ടോ. അമ്മുവിന് ലീവ് കിട്ടാത്തതുകൊണ്ടാണ് അമ്മു വരാത്തത്. അങ്ങനെ ഞാൻ എല്ലാം എടുത്തെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് അധികവും യാത്ര ചെയ്യുമ്പോൾ ഈ കംഫർട്ടായിട്ട് വരുന്നത് ഇങ്ങനത്തെ ക്രോക്സ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ക്രോക്സും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒരുവിധം റെഡി ആയായിരുന്നു. കണ്ടില്ലേ, അങ്ങനെ എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം എടുത്തെടുത്ത് വെക്കുകയാണ് കേട്ടോ. എല്ലാം സെറ്റായി നൈനും കെൻസും എല്ലാം ഹാപ്പിയിൽ നിൽക്കാൻ കേട്ടോ. ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഡബിൾ ടൈം ഹാപ്പിയാണ്. അങ്ങനെ എല്ലാം ഓക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടി എത്തിയായിരുന്നു കേട്ടോ. ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങണമെന്ന് കരുതിയാണ്. പക്ഷേ വണ്ടി എത്തിയപ്പോഴേക്കും 1 മണി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒട്ടും താമസിക്കാതെ തന്നെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. രാവിലെ ആയപ്പോഴേക്കും ഞങ്ങളിത് കൊടൈക്കനാൽ ഹെയർപിൻ കയറി തുടങ്ങിയായിരുന്നു കേട്ടോ. കുട്ടീസ് എല്ലാം ഉറക്കമൊക്കെ എണീച്ചിരിക്കുകയാണ്. കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് പിന്നെ കെൻസൂട്ടൻ ഇവിടെ എന്തൊക്കെയോ കളികൾ എനിക്ക് പഠിപ്പിച്ചു തരികയാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഫ്രൂട്ട് ഷോപ്പ് കണ്ടത്. ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട്, അതുപോലെ ഓറഞ്ചിൽ തന്നെ 2-3 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ഫാമിൽ നിന്ന് പറിക്കുന്നതെന്നൊക്കെ ഉണ്ടോ പറയുന്നത്. അതിനുശേഷം ഈ കാട്ടിൽ നിന്ന് കുരങ്ങന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കളിക്കുകയാണ് കേട്ടോ. അവരുടെ കളികളൊക്കെ കണ്ട് കെൻസിനും അതിനും അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് കഴിക്കാം കേട്ടോ. ഇതിൻ്റെ ഫ്ലഷ് എന്ത് തണുപ്പാണെന്ന് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ മൂന്നാറിന് പോകുന്നതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം മുതലേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. എവിടെ കണ്ടാലും ഞാൻ മേടിക്കും, അത്രയ്ക്ക് എനിക്ക് ഫേവറേറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. നൈനൂട്ടിക്ക് അവിടുത്തെ ആൻറ്റി കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. അവിടെ നേരെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഡിണ്ടിഗൽ കൊടൈ റൂട്ടിലുള്ള നമ്മുടെ സിൽവർ വാട്ടർഫാൾസിലാണ് ഞങ്ങൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ. എങ്കിലും ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങളത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അവിടെ തന്നെ ക്യാമറാമാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളത് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതിനുശേഷം നൈനുകുട്ടിയൊക്കെ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് തന്നെ ഒരേ വാശിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് വന്നായിരുന്നു കേട്ടോ. കെൻസ് പിന്നെ നേരത്തെ പാഷൻ ഫ്രൂട്ട് ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ വില്ലയിലേക്കാണ് കേട്ടോ. നമ്മുടെ കൊടൈക്കനാൽ മെയിൻ സിറ്റിയിലായിരുന്നു ഞങ്ങളുടെ വില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്ത്. ഈ ഒരു സ്ഥലം ഫുള്ള് മിക്കതും അവക്കാടൊക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം ഇങ്ങനെ കുഞ്ഞു കായായിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി സീനറിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ ഒരു രക്ഷയില്ലാത്ത സീനറി ആയിരുന്നു. അപ്പോൾ നമ്മുടെ വില്ലയൊക്കെ കണ്ടുവരാം.
ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ കൊടൈക്കനാൽ സിറ്റി ഒന്ന് കാണാൻ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഫുഡൊന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങളിത് എത്തിയിരിക്കുന്നത് ഇവിടെ തന്നെ ഒരു മലയാളി ഹോട്ടലിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ അത്യാവശ്യം കൊള്ളാവുന്നൊരു ഹോട്ടലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും ഇവിടെ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും കുട്ടീസ് എല്ലാവരും അങ്ങോട്ടേക്കായിരുന്നു കേട്ടോ. പൂച്ചക്കുട്ടിക്ക് ഫുഡ് എടുക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഹോട്ടലിൽ കയറി വരുമ്പോൾ തന്നെ നല്ല ക്യൂട്ട് ടോയ്സൊക്കെ കാണാൻ കേട്ടോ. കുട്ടീസൊക്കെ അത് വേണമെന്നൊക്കെ പറയുന്നത് നിൽക്കുകയാണ്, പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിതേ ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. ബിരിയാണിയും ഫ്രൈഡ് റൈസും ആണ് കേട്ടോ. ബാക്കിയെല്ലാം ഇവിടെ കഴിഞ്ഞായിരുന്നു. ഞങ്ങളിതേ അതൊക്കെ മേടിച്ചു കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് നേരെ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടിരുന്ന ഈ ഒരു പ്ലേസ് കറക്റ്റ് പേരൊന്നും അറിയത്തില്ല, എങ്കിലും നല്ല രസമാണ് കേട്ടോ. ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ കുറേ കുരങ്ങൻസും ഉണ്ടായിരുന്നു, കുരങ്ങൻ കുട്ടൻസ്. അവരൊക്കെ ഉപദ്രവിക്കുന്നില്ല കേട്ടോ, നമ്മൾ അങ്ങോട്ട് പോയി ാതിരുന്നാൽ മതി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പൂമ്പാറയിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടുത്തെ ലെയർ പോലത്തേക്ക് കൃഷി രീതിയും അതൊക്കെ കണ്ടു നിന്നു. നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. അങ്ങനെ ഇവിടെ കോടയൊക്കെ ഇറങ്ങിയായിരുന്നു, കൂടെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് നേരെ ഇനി ഞങ്ങൾ കൊടൈക്കനാൽ ലേക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങളത് വൈകിട്ടൊരു 4-5 മണിയായപ്പോഴേക്കും കൊടൈക്കനാൽ ലേക്ക് സൈഡ് എത്തിയായിരുന്നു. എല്ലാവരും സൈക്ലിംഗ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കാം കേട്ടോ. ബോട്ടിങ്ങിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബോട്ടിങ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും സൈക്കിളൊക്കെ ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഫുൾ ഹാപ്പി ആയിട്ട് സൈക്ലിംഗ് ചെയ്യാണ്. ഞാനും നൈനുകുട്ടിയും പോയില്ലായിരുന്നു, ബാക്കി എല്ലാവരും പോയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും സൈക്ലിംഗ് ചെയ്ത് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ അവിടുത്തെ കോടൈ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞായിരിക്കും, പക്ഷേ തണുപ്പ് സഹിക്കാൻ വയ്യ കേട്ടോ. എല്ലാവരും ഇവിടെ കിടന്ന് വിറയ്ക്കുകയാണ്, അത്രയ്ക്ക് നല്ല തണുപ്പാണ് കേട്ടോ. ജാക്കറ്റൊക്കെ ഇട്ടാലും നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളത് ടൈം കളയണ്ടെന്ന് എഴുതി പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോരോ കടകളിലേക്ക് കയറുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ സ്മെല്ല് സഹിക്കാൻ പറ്റാത്ത കേട്ടോ, കുതിരകളായാലും ഭയങ്കര സ്മെല്ലും കൂടെ ആയിരുന്നു. പിന്നെ ഞങ്ങളിത് എല്ലാവരും കൂടെ ഓരോരോ കടകളിലേക്ക് കയറാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ വലുതായിട്ടൊന്നും മേടിച്ചില്ല, നല്ല എക്സ്പെൻസാണ് കേട്ടോ. എല്ലാം ഇരട്ടി എക്സ്പെൻസാണ്, നമ്മൾ വിചാരിക്കും പോലെയൊന്നല്ല കേട്ടോ. എല്ലാത്തിനും ഡബിളും ട്രിപ്പിൾ ചാർജാണ് അവർ മേടിക്കുന്നത്. പിന്നെ ബാർഗിങ് സ്കില്ലുള്ളവർക്ക് ഓക്കെയാണ്, പക്ഷേ എനിക്കത് അടുത്തൂടെ പോലും പോയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ബാർഗെയിനിങ്ങിനോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ എൻ്റെ ഇക്കായും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബൾക്കായിട്ട് അങ്ങനെയൊന്നും മേടിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചോക്ലേറ്റൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു കടയിൽ ഒത്തിരി നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ മിഠായികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ ഈ ഒരു മിഠായികളില്ലേ, അതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട 2-3 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും ചോക്ലേറ്റൊക്കെ ഇവിടെ ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ കൊടൈക്കനാൽ എത്തിയിട്ട് അടുത്ത എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് ഐറ്റംസൊക്കെ മേടിച്ചായിരുന്നു. പക്ഷേ ഫ്ലോപ്പായിരുന്നു കേട്ടോ, ഒട്ടും തന്നെ ടേസ്റ്റ് ഇല്ലായിരുന്നു. ആ ചിക്കനൊന്നും ഒട്ടും
കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ വില്ലയിൽ അവിടെ ഉള്ള ഓണറിൻ്റെ വിളിച്ച് പറഞ്ഞു ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫ്രഷായി. അപ്പോഴേക്കും നൈനുക്കുട്ടിയും മറിയവും ഇവിടെ ഡ്രോയിങ് ഒക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊടൈക്കനാൽ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. അങ്ങനെ നമ്മുടെ നൈറ്റ് ഫുഡ് എത്തിയായിരുന്നു കേട്ടോ. വെജിറ്റബിൾ കറിയും അതുപോലെ തന്നെ ചപ്പാത്തി ആയിരുന്നു. ഇവിടെ കൊടൈക്കനാലിൽ ഒരു ചപ്പാത്തിക്ക് 20 രൂപയാണ് കേട്ടോ. അതുപോലെ ദോശയ്ക്ക് 70 രൂപയൊക്കെയാണ്. അപ്പോൾ ഓർഡർ ചെയ്യുന്നവർ എന്തായാലും റേറ്റൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക, കാരണം നല്ല കത്തിയാണ് വില. അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നാളത്തെ വീഡിയോ എന്തായാലും മറക്കാതെ കാണാം. ഞങ്ങൾക്ക് കൊടൈക്കനാലിലുണ്ടായ കുറേ അനുഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ, താങ്ക് യു.